കെടുകാര്യസ്ഥതയുടെ ആസ്ഥാനമായി മാറിയിരിക്കുകയാണ് കോട്ടയം നഗരസഭ. തിരുനക്കരയിൽ പഴയ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും പൊളിച്ചിട്ട് വർഷം 3 കഴിഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ഒരു നടപടിയും ഇതുവരെയില്ല. യാത്രക്കാരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്ന നഗരസഭാ ഭരണാധികാരികൾക്ക് ഞങ്ങളിതാ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കോട്ടയം നഗരത്തിലുള്ള തിരുനക്കര ബസ് സ്റ്റാൻഡ് ഒരുപാട് യാത്രക്കാർക്ക് പ്രയോജനം ചെയ്തിരുന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാലപ്പഴക്കം ഭീഷണിയായതോടെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ നഗരസഭ തീരുമാനിച്ചു. 2022 പഴയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പൊളിച്ചു. എന്നാൽ ഇതുവരെ പുതിയത് നിർമ്മിച്ചിട്ടില്ല. ഇതോടെ വലിയ ദുരിതമാണ് യാത്രക്കാർക്കും കച്ചവടക്കാർക്കുമെല്ലാം ഉണ്ടായിരിക്കുന്നത്. നവംബർ 10 കൗൺസിൽ കൂടി തീരുമാനിച്ചിരുന്നു ഞങ്ങളെ പുനരധിവസിപ്പിക്കാൻ. അതിൽ ഇവർക്ക് കുറച്ച് പേർക്ക് മാത്രം 4-5 പേർക്ക് മാത്രം കൊടുത്തുള്ളൂ, ബാക്കി ഞങ്ങളുടെ കൊടുത്തില്ല. പിന്നെ വൈസ് ചെയർമാനൊക്കെ പറയുന്നത് അങ്ങനെ കൊടുക്കാനുള്ള ബാധ്യതയൊന്നും നഗരസഭയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞു പോകാം. അപ്പോൾ കൗൺസിലിൻ്റെ ആ തീരുമാനം വെച്ചുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയായി. നഗരസഭയ്ക്ക് ഉടനെ പണിയാൻ പറ്റുന്നില്ലെങ്കിൽ താൽക്കാലിക കടമുറികൾ പണിയാൻ ഞങ്ങളെ അനുവദിക്കണമെന്നും പുതിയ കെട്ടിടം വരുന്ന സമയത്ത് ഞങ്ങളത് പൊളിച്ചു മാറ്റിക്കൊള്ളാമെന്ന് അങ്ങനെ ഉത്തരവുണ്ടായത് ജൂൺ 17. എന്നിട്ടിപ്പം 4 മാസം വൈകിച്ച് ആ ഉത്തരവ് വന്നിട്ട്. ബസ് സ്റ്റാൻഡ് ഇല്ലാതായതോടെ താൽക്കാലിക ഷെഡിലാണ് യാത്രക്കാർ കാത്തിരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റാൻഡിലൂടെ ബസ്സുകളുടെ യാത്രയും ദുരിതം. കോംപ്ലക്സ് പൊളിച്ചപ്പോൾ പുറത്താക്കിയ 37 വ്യാപാരികളുടെ കാര്യത്തിലും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും DPR പോലും ഇതുവരെ നഗരസഭ തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റാൻഡിന്റെ നിർമ്മാണം ഇനിയും വൈകുമെന്നാണ് സൂചന. സാമ്പത്തിക ക്രമക്കേടുകൾ അടിക്കടി നടക്കുന്ന കോട്ടയം നഗരസഭയിലാണ് വികസന പ്രവർത്തനങ്ങളും മുടങ്ങിക്കിടക്കുന്നത്. അടിയന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്താണ് ഇക്കാര്യത്തിൽ കോട്ടയത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം. ഞങ്ങളെല്ലാം ഇവിടുന്ന് ഇറക്കി വിട്ട് ഉടനെ തന്നെ പണിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങാപ്പുറത്തെ പാർക്കിങ്ങിലേക്ക് വിട്ടത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അതുപോലെ തന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ഇതിന് എല്ലാം കഴിഞ്ഞ് രണ്ടാമത് ഇവിടെയായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അതിനെപ്പറ്റി ഒരു തീരുമാനം എന്നാ ഇത് തുടങ്ങും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. പൊളിക്കുന്നത് പൊളിച്ചു, ഏത് സാധനം പൊളിച്ചിടുക എന്നുള്ളതല്ലാതെ തിരിച്ച് ചെയ്യുന്ന ഒരു പരിപാടി കുറവാണല്ലോ. ഇവിടെ ജില്ല വരുന്ന ആൾക്കാർ കൂടുതലും കോട്ടയം മെഡിക്കൽ കോളേജിലും കുട്ടികളുടെ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും പോകുന്ന ആൾക്കാരാണ്. അവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയാണ് വരുന്നത്. അവർക്ക് ഈ ഇവിടെ ഇങ്ങനെ കയറി കഴിയുമ്പോൾ പണ്ടേ ദുർബല ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ കഴിയുമ്പോൾ അവർ ശാരീരികമായ ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടാവും. ഇവിടെ ഈ സ്റ്റാൻഡും വഴി ഇതെല്ലാം പോയി കിടക്കുന്നു. ഇവിടെ കെട്ടിടം പണിയാനാണെന്ന് പറഞ്ഞ് പൊളിച്ചിട്ടിപ്പം വർഷങ്ങളായി. ഇവിടെ ഒരു കെട്ടിടം വേറെ കാറ് നിർത്തിയിട്ടുണ്ട്. ഇത് കാലപ്പഴക്കം ചെന്നതാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് അപകട ഭീഷണിയാണെന്നും പറഞ്ഞാണ് ഇത് പൊളിച്ചത്. ആ പൊളിച്ചത് ഇതുവരെ അവർ പണിയാനായിട്ടുള്ള പരുവത്തിലല്ലല്ലോ ഇത് പൊളിച്ചത്. അത് തന്നെ നമുക്ക് ആരാക്കിയാലോ ഒരു കെട്ടിടം മെയിൻ്റെനൻസ് ചെയ്ത് പോകാമല്ലോ. അത് ചെയ്യാതെയാണ് അവരിപ്പോൾ ഇത് പൊളിച്ചു മാറ്റിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.